റഡാറിനും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കും കണ്ടെത്താനോ തടയാനോ ആകില്ല. ശത്രുവിനെ തരിപ്പണമാക്കുന്ന വൈഷ്ണവാസ്ത്രം ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണത്തിനൊരുങ്ങുന്നു. ഈ മിസൈൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. DRDO ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് ഹൈദരാബാദിൽ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. നിശ്ചിത പാതകളിലൂടെ സഞ്ചരിക്കുന്ന പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് താഴ്ന്നും ഉയർന്നും മധ്യത്തിലുമെല്ലാം ദിശകൾ മാറ്റി സഞ്ചരിക്കാനാകും. മാക് 5 ആണ് മിസൈലിന്റെ പരമാവധി വേഗത. അതായത് മണിക്കൂറിൽ ഏകദേശം 6100 കിലോമീറ്റർ വേഗതയിൽ ഇതിന് സഞ്ചരിക്കാനാകും. നൂതനമായ ഒരു സ്ക്രാംജെറ്റ് എൻജിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈൽ ഇന്ധനം കത്തിക്കാനായി അന്തരീക്ഷത്തിൽ നിന്ന് വായു ഉപയോഗിക്കുന്നു. ഇത് ദീർഘനേരം വേഗത നിലനിർത്താൻ സഹായിക്കുന്നു. മിസൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയർ വാർഹെഡിലും കൺവെൻഷണൽ വാർഹെഡിലും ഒരേപോലെ ഉപയോഗിക്കുന്നതിനാണ്. 1000 മുതൽ 2000 കിലോഗ്രാം വരെയാണ് ഇതിൻ്റെ ഭാരം. ഏകദേശം 1500 കിലോമീറ്റർ വരെ ദൂരപരിധി ലഭിക്കുന്നു. ശത്രു രാജ്യങ്ങളിലെ പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമിക്കാൻ ഈ മിസൈലിന് സാധിക്കും. ഇന്ത്യയുടെ പുരോഗതി തെളിയിക്കുന്ന ഈ പുതിയ എഞ്ചിന്റെ 1000 സെക്കൻഡ് ഗ്രൗണ്ട് ടെസ്റ്റ് ഇതിനോടകം തന്നെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്.